ഇസ്രയേൽ എന്ന് പറയുന്ന യഹൂദി രാഷ്ട്രം, അമേരിക്ക എന്ന് പറയുന്ന വൃത്തികെട്ട രാജ്യം, ഇത് രണ്ടും കൂടി ഒരു മുസ്ലിം രാജ്യമായ ഇറാനില് ബോംബിട്ടത് എവിടെയാണ്? ഒരു സ്കൂളിന്റെ മുകളിൽ 12, 14, 15 വയസ്സുള്ള കുട്ടികളെ 89 കുട്ടികളെ ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ച് ചുട്ടരിച്ചു കൊന്നു. ആ കുട്ടികളുടെ മയ്യത്ത് 89 കുട്ടികൾക്കും 89 ഖബർ നിരത്തി വെച്ച് അവരെ മറമാടുന്ന ലൈവായ ഫോട്ടോ ഇറാനിൽ നിന്ന് നമ്മൾ കണ്ടവരാണ്. അന്താരാഷ്ട്ര യുദ്ധത്തിനെതിരാണത്. ഇസ്ലാം നേരത്തെ പറഞ്ഞു, യുദ്ധക്കളത്തിൽ കുട്ടികളെ കൊല്ലാൻ പാടില്ല, യുദ്ധക്കളത്തിൽ സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല, യുദ്ധക്കളത്തിൽ മരം മുറിക്കാൻ പാടില്ല. ശത്രു ഇങ്ങോട്ട് വെട്ടിയാലല്ലാതെ നിങ്ങൾ ആദ്യം മുറയിൽ നിന്ന് വാളെടുക്കരുത്. ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമമാണ്. ഇസ്ലാം യുദ്ധത്തിന് നിയമം വെച്ച മതാണ് കേട്ടോ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ തന്റെ പ്രതിയോഗിയായ ശത്രുവിനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു വെട്ടങ്ങട് കൊടുത്തു. വെട്ടിയപ്പോ ആ ശത്രു നിലത്ത് വീണു. അവന്റെ കയ്യിൽ നിന്ന് വാള് തെറിച്ചു പോയി, പരിചയം പോയി. അലി റളിയല്ലാഹു അൻഹു വാളിങ്ങ് നീർത്തിപ്പിടിച്ച് അവനെ കൊല്ലാൻ വേണ്ടി കയ്യിങ്ങട് പൊക്കി അവന്റെ ഹൽക്കിലേക്ക് വാള് വെക്കേണ്ട താമസം അവൻ പെട്ടെന്ന് എന്ത് ചെയ്തു എന്നറിയോ? കാർക്കിച്ച് ഒരൊറ്റ തുപ്പ് ആരുടെ മുഖത്തേക്ക്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് തുപ്പി. പെട്ടെന്ന് അലി റളിയല്ലാഹു അൻഹു അവന്റെ കഴുത്തിൽ വെച്ച വാളിങ്ങ് തിരിച്ചെടുക്കുകയാണ്. അവനെ കൊല്ലാതെ തിരിച്ചു പോരുകയാണ്. ബഹുമാനപ്പെട്ട സഹാബത്ത് ചോദിക്കുകയാണ്, ഓ അലി, ഇത്ര നല്ല ചാൻസ് കളഞ്ഞല്ലോ. ശത്രുവിന്റെ കയ്യിൽ വാളില്ലല്ലോ, ശത്രുവിന്റെ കയ്യിൽ പരിചല്ലല്ലോ, ശത്രുവിന്റെ കയ്യിൽ നിരായുധനല്ലേ, എന്നിട്ട് നീ എന്തേ അയാളെ വെട്ടാൻ വേണ്ടി ഓങ്ങിയിട്ട് വെറുതെ പോന്നത്? അലി റളിയല്ലാഹു അൻഹു പറയാണ്, ആ സമയത്താണ് അവൻ എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയത്. അതുവരെ ഞാൻ എന്റെ കൽബിലുണ്ടായിരുന്നത് ഈ യുദ്ധം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. ഇവനെ കൊല്ലുന്നത് ആർക്ക് വേണ്ടിയാണ്? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. പെട്ടെന്ന് ഇവൻ എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ എന്റെ ചിന്ത മാറിപ്പോയി. അവനോട് എനിക്ക് വ്യക്തിപരമായ ഒരു വൈരാഗ്യം തോന്നി. ആഹാ, എന്റെ മുഖത്ത് തുപ്പുകയോ, എന്നാൽ പിന്നെ അവനെ വെച്ചിരിക്കാൻ പാടില്ല എന്ന ഒരു വ്യക്തിപരമായ ചിന്ത എന്റെ കൽബിൽ വന്നു. പെട്ടെന്ന് ഞാൻ ആലോചിച്ചു പോയി, റബ്ബേ, ഈ ചിന്ത വെച്ചുകൊണ്ട് ഞാൻ ഇവന്റെ കഴുത്ത് മുറിച്ചാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ എല്ലാത്തിനും കണക്ക് പറയേണ്ട ദിവസം. ഓ അലി, ആ മനുഷ്യനെ നീ എന്തിനാണ് കൊന്നതെന്ന് ചോദിച്ചാൽ എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി കൊന്നു എന്ന് റബ്ബിന്റെ കോടതിയിൽ ഞാൻ പറയണ്ടേ? അതുകൊണ്ട് ഞാൻ അവനെ കൊല്ലാതെ വിട്ടതാണ്. അത്ര മര്യാദ പാലിച്ച മതമാണ് ഇസ്ലാം ട്ടോ. അല്ലാതെ ആരെങ്കിലും എങ്ങനെങ്കിലും വെട്ടിക്കൊല്ലുക എന്നുള്ള നിലക്ക് ഒരു യുദ്ധം ഇസ്ലാമിലില്ല. ബദറിന്റെയും ഏത് യുദ്ധത്തിന്റെയും ചരിത്രങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളിങ്ങനെ യുദ്ധം അബൂജാഹിലിനെ കൊന്നു, ഉതുബത്തിനെ കൊന്നു, ഷൈബത്തിനെ കൊന്നു, വലീദിനെ കൊന്നു, ഒക്കെ കാഫിര്യങ്ങളായ ആളുകളുടെ പേര് പറഞ്ഞു. അവനെ കൊന്നു, അവനെ കാച്ചി, ഇവനെ കൊന്നു എന്ന് പറയുമ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ അന്യ ആളുകളിൽപ്പെട്ടവരും മതം പരിചയപ്പെടാത്തവരും മതത്തിന്റെ പുറത്തുള്ളവരും തെറ്റിദ്ധരിച്ചു പോവുകയാണ്. ആഹാ, അപ്പൊ ഇവര് കൊല്ലലിന്റെ ആളല്ലേ? ഇപ്പോ നെതന്യാഹു എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ പ്രസിഡന്റും ട്രംപും, അമേരിക്കയുടെ പ്രസിഡന്റായ ട്രംപും കൂടി ഇപ്പൊ ഉണ്ടാക്കി തീർത്ത ഈ വലാല് മുസീബത്തിൽ എത്ര ആളെ അവർ കൊന്നു? 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ 600-700 ആള് മരിച്ചുപോയി. അത് 700 ആണോ 7000 ആണോ 70,000 എന്നൊന്നും വ്യക്തമായ കണക്കില്ല. കാരണം ഇതൊക്കെ അമേരിക്ക പുറത്തുവിടുന്ന കണക്ക് വായിക്കാനല്ലാതെ നമുക്ക് കഴിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കക്ഷത്തായിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടന, വൃത്തികെട്ട ചാരസംഘടനയായ മൊസാദ് ഇസ്രായേലിന്റെ ചാരസംഘടനയാണ്. ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ചാരസംഘടന
ചാരസംഘടന, ഡേഞ്ചറായ ചാരസംഘടനയാണ് മൊസാദ്. അത് ഇസ്രയേലിന്റെ ചാരസംഘടനയാണ്. അവരാണ് പറയുന്നത് ഇപ്പൊ 500 ആള് മരിച്ചു, 100 ആള് മരിച്ചു, 20 ആള് മരിച്ചു. 2000 പോയാൽ 20 പറയൂ, ചിലയിടത്ത് 20 പോയാൽ 2000 പറയും, തിരിച്ചും പറയും. അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി പുറത്തുവിടുന്ന കണക്കാണ്. എന്നാലും 1000-ൽ മീതെ ആളുകള് 6-7 ദിവസത്തിന്റെ ഉള്ളിൽ നടത്തിയ ആക്രമണത്തിൽ മരണപ്പെട്ടു പോയി. ആരെങ്കിലും ട്രംപിനെ യുദ്ധക്കൊറിയൻ കുറ്റവാളി എന്ന് പറഞ്ഞൊന്നും പറയണില്ലല്ലോ. എവിടുന്നൊക്കെയോ ഒക്കെ ഒറ്റ തരച്ച് പറയുന്നുണ്ട് എന്നല്ലാതെ ലോകം അങ്ങനെ പറയുന്നില്ല. അതേ സമയത്ത് ബദറിൽ എത്ര ആളാണ് മരിച്ചതാകെ? മുസ്ലിമീങ്ങളുടെ പക്ഷത്തിൽ നിന്ന് 14 പേര് ബദറിൽ ഷഹീദായി. കാഫിരീങ്ങളുടെ പക്ഷത്തു നിന്ന്, എതിർപക്ഷത്തു നിന്ന് 70 ആളാണ് ബദറിൽ ചത്തത്, കൊല്ലപ്പെട്ടത്. അപ്പൊ 70-ഉം 14-ഉം 84 ആള് മാത്രമേ മൊത്തം ബദറിൽ മരണപ്പെട്ടിട്ടുള്ളൂ. ആൾനാശം കുറവാണ് കേട്ടോ. ഇസ്ലാം കലാപത്തിന്റെയോ അനാവശ്യമായി കൊല്ലലിന്റെയോ മതം അല്ല. അതിന്റെ തെളിവാണിത്. വേണമെങ്കിൽ കൂട്ടക്കൊല നടത്തായിരുന്നു, ബദറില്. നമുക്ക് എന്താ അറിയാന്നറിയോ? ബദറിന്റെ ചരിത്രം നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഓരോ സമയത്തും പറയുമ്പോ ഇൻഷാ അല്ലാഹ് അതിനോടനുബന്ധിച്ചുള്ളത് ഞാൻ പറയാം. ഞാനിപ്പോ ഈ വിഷയം പറഞ്ഞപ്പോ പെട്ടെന്ന് ബദറിലേക്കാണ് കേറി പറയാം. ബദറിന്റെ ചരിത്രം നോക്കിയാൽ അറിയാം. ബദർ യുദ്ധം അങ്ങ് കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, സ്വഹാബത്തിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ബദറിന്റെ അവസ്ഥ എന്താണ്? ആ സമയത്ത് സ്വഹാബത്ത് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അബൂജാഹിൽ ചത്തിട്ടുണ്ട്, ഉത്ബത്ത് ചത്തിട്ടുണ്ട്, ശൈബത്ത് ചത്തിട്ടുണ്ട്, മക്ക കാഫിരീങ്ങളുടെ പേര് കേട്ടവരൊക്കെ ചത്തുപോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് വല്ലാത്ത സന്തോഷത്തിലായി. കാരണം ഇനി ഇസ്ലാമിന്റെ പ്രവർത്തനം സുഗമമായി നടത്താലോ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന് ഒരു വിഷമുണ്ടായി. അബൂജാഹിൽ ചത്തു എന്ന് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അത് ആഘോഷിക്കുകയില്ല ചെയ്തത്. അല്ലാഹുവിന്റെ റസൂലിന് ഒരു വിഷമം. അല്ലാഹു അവന് ഹിദായത്ത് കൊടുത്തിരുന്നുവെങ്കിൽ എത്ര നല്ല സ്ഥാനം കിട്ടുമായിരുന്നു ഇസ്ലാമില്. ഒരു കാലത്ത് ഇസ്ലാമിനെ വെല്ലുവിളിച്ച ആളാണ് അമീറുൽ മോമിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ പോയ ആളാണ്. ആ ആള് പിന്നെ മുത്തുനബിനെ കണ്ട് മുസ്ലിമായി. ഇപ്പൊ 2ാം ഖലീഫയാണ് ഇസ്ലാമില്. ഉമർ ബിൻ ഖത്താബിന്റെ സ്ഥാനം എത്രയാണെന്നറിയോ? ഹബീബായ തങ്ങൾ പറഞ്ഞത് കണ്ടോ? ലൗകാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ബിൻ ഖത്താബ് ലാ നബിയ്യ ബഅദി അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ബിൻ ഖത്താബിന്റെ മഹത്വം പറഞ്ഞിട്ട് പറയാം, ലൗകാന ബഅദി നബിയ്യുൻ, എന്റെ ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ലകാന ഉമർ ബിനുൽ ഖത്താബ്, അത് ഖത്താബിന്റെ മകൻ ഉമറാണ് നബിയാവുക. എന്തായി പറയണത്? എന്റെ ശേഷം ഒരു നബി അല്ലാഹു വെക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ അവകാശമുള്ള ഒരേ ഒരാള് ഖത്താബിന്റെ മകൻ ഉമറാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം നബി ഇല്ലേ ഇല്ല. അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്. വകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതിമുൻ നബിയ്യീൻ. പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. അത്രമാത്രം ഉമർ ബിൻ ഖത്താബിന്റെ ദറജ ഏറിപ്പോയി ഇല്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വേറെ നോക്കിയാൽ കാണാം, ഉമറിന്റെ നാക്കിലൂടെ സത്യമല്ലാത്തൊരു വാചകം പുറത്തു വരികയില്ലെന്ന് ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ഉമർ ബിൻ ഖത്താബിനെ പറ്റി മറ്റൊരു വാചകം ഹബീബായ തങ്ങൾ പറഞ്ഞു, ഉമറിന്റെ പേര് ഒരു സ്ഥലത്ത് പറഞ്ഞാൽ അവിടെ ശൈത്താൻ ഉണ്ടാവില്ല. അത്ര വലിയ ധീരനാണ് മഹാനായിരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ഉമർ ബിൻ ഖത്താബ്? ആദ്യകാലത്ത് ഇസ്ലാമിന്റെ ശത്രു, അള്ളാഹിന്റെ റസൂലിനെ കൊല്ലാൻ പോയ ആള്, വാള് ഉറയിലിട്ട് പോയ ആള്, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടപ്പോൾ തിരിച്ചറിവുണ്ടായിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട് മുസ്ലിമായി, ഇസ്ലാമിൽ ഉന്നതമായ സ്ഥാനത്തെത്തി. മുത്തുനബിക്ക് ഒരു ദുആ ഉണ്ടായിരുന്നു, ഇടക്കിടക്ക് ദുആരിക്കുമായിരുന്നു. എന്താ ദുആ എന്നറിയോ? اللهم أيد الإسلام بأحد الأمرين اللهم أيد الإسلام بأحد الأمرين രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ദീന് ശക്തിപ്പെടുത്തണേ അല്ലാ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ദീന് ശക്തിപ്പെടുത്തണേ അല്ലാ.
ആരാണ് രണ്ടാലൊരു ഉമർ? ഒന്ന് റസൂലുള്ള ഉന്നം വെച്ചത് അബൂജാഹിലായിരുന്നു. രണ്ടിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉന്നം വെച്ചത് ഖത്താബിന്റെ മകനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹിദായത്ത് അല്ലാഹു കൊടുത്തത് ആർക്കാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കാണ്. അൽ ഹിദായത്തു അംറും മിൻ ലദൈഹി, ഹിദായത്ത് അല്ലാഹു നേരിട്ട് കൊടുക്കുന്നതാണ്. അതൊരാൾ ദ്വാരുന്നത് കൊണ്ട് കിട്ടില്ല, ഒരാളുടെ റെക്കമെൻഡ് കൊണ്ട് കിട്ടിക്കോളണമെന്നില്ല. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബൂ താലിബ് അള്ളാഹുവിന്റെ റസൂലിനെ വല്ലാതെ സഹായിച്ച ആളാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അബൂ താലിബിന്റെ അള്ളാഹിന്റെ റസൂലിനെ പോറ്റി സംരക്ഷിച്ച ആളാണ്. ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നൊക്കെ കേട്ടിയ ആളാണ്. പക്ഷേ അബൂ താലിബിന്റെ മരണം സമാഗതമായപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെന്നു. വലഭാഗത്ത് ചെന്നിരുന്ന് മുത്തുനബി പറഞ്ഞു, ഓ എളാപ്പ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരുടെങ്കിലും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നായാൽ അവൻ സ്വർഗത്തിലാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബൂ താലിബ് അതിനൊന്നും മറുപടി പറഞ്ഞില്ല, ഒന്ന് ചിരിക്കുകയേ ചെയ്തുള്ളൂ. ചരിത്രത്തിന്റെ കിതാബിൽ പല നിലക്കും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിൽ വല്ലാത്ത വേവലാതി തോന്നി. അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, എന്റെ പിതൃവ്യനൊന്ന് ഹിദായത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല ആളാക്കിയിട്ട് മാറ്റി സ്വർഗത്തിലേക്ക് ഒന്ന് എത്തിച്ചേരണേ മുത്തുനബി എന്ന് അള്ളാഹിനോട് പറഞ്ഞതാണ്. അപ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കുന്നത്, നബിയേ വ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. കേട്ടോ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് ഹിദായത്തിലാക്കാൻ പറ്റൂല. അൽ ഹിദായത്തു അംറും മിൻ ലദൈഹി, ഹിദായത്ത് അല്ലാഹു നേരിട്ട് കൊടുക്കുന്ന ഒരു ഭാഗ്യാണ്. അപ്പൊ നമ്മൾ ആരാ ഇങ്ങനെ ഭാഗ്യമില്ല എന്ന് പറയരുത് കേട്ടോ. ചിലവരിങ്ങനെ പറയും, എനിക്കൊരു ഭാഗ്യമില്ല, ഇന്നൊന്നിനും പറ്റില്ല, ഞാനൊരു പോത്ത, ഞാൻ ഒന്നിനുമില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൂട്ടിയാ കൂടില്ല, ഞാൻ ദുനിയാവിൽ വെച്ചിട്ട് എന്താ കാര്യം? നീ ഒരു മുസ്ലിമായില്ലടോ. അല്ലാഹു തആല തന്ന ഏറ്റവും വലിയ ഭാഗ്യം ഈ ദുനിയാവിൽ ഒരു മുസ്ലിമാവാൻ കഴിഞ്ഞതാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ മെമ്പറായി ആര് റെക്കമെൻഡ് ചെയ്താലും ഇസ്ലാമിലേക്ക് തൗഫീഖ് കിട്ടണമെങ്കിൽ അല്ലാഹു ഹിദായത്ത് കൊടുക്കണം. അൽ ഹിദായത്തു അംറും മിൻ ലദൈഹി, ഹിദായത്ത് അല്ലാഹു നേരിട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. അബൂജാഹിലിന്റെ മരണത്തിൽ പല ചരിത്രകാരകന്മാർ പല നിലക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒരു ഭാഗം ഞാൻ പറയാൻ, അബൂജാഹില് വെട്ടുകൊണ്ട് കുത്തുകൊണ്ട്, ആരുടെ കുത്താ കൊണ്ടത്? സഹാബത്തിന്റെ കുത്തല്ല. അബൂജാഹിലിനെ സഹാബത്തിന് കുത്താൻ പറ്റണില്ല, കാരണം അവൻ മാജാനബോരി ഹിമാലയ പർവ്വത. അത്ര 18 തരത്തിലുള്ള ആയുധങ്ങളായിട്ടാണ് അവൻ ബദറിൽ വന്നത്. മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകൾ കേട്ടിട്ടില്ലേ? പുറപ്പെട്ട അബൂജാഹിലുടൻ കിബിർ പൊങ്കിയളുന്തിലിബാസി ചമൈന്ത് എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ? അവസാനം തലയിൽ ഒരു താജ് കിരീടം വെച്ച് കിബറനായി 18 തരത്തിലുള്ള ആയുധം ചുമന്ന് പട്ടുകൾ പതച്ച് ഒരാചാര ബഹുവായിട്ടാണ് അവൻ ബദറിൽ വന്നത്. നിരായുധരായ സഹാബത്ത്, കാലിൽ ചെരുപ്പില്ലാത്ത സഹാബത്ത്, പട്ടിണി കിടന്ന് വിഷം തൊട്ടിയ വയറുമായി വന്ന സഹാബത്ത്, സവാദ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ സഹാബാക്കൾക്ക് ഇടാൻ കുപ്പായം പോലുമില്ല. അങ്ങനെയാണ് ബദർ യുദ്ധത്തില് പട്ടുമിക്ക സഹാബത്തും വന്നിരിക്കുന്നത്. എത്ര വാളാ? 313 ആളുടെ കയ്യിലുള്ളത്. ബദറിൽ തന്നെ പറഞ്ഞത് കാണാം, അദദ സുയൂഫുണ്ടൊമ്പത് ഒരു കൗലിൽ 6 അദദ സുയൂഫുണ്ടൊമ്പത് ഒരു കൗലിൽ 6. ഒന്നിരിക്കൽ 9 വാള്, അല്ലെങ്കിൽ 6 വാള്, തിസാരിമാകും 9 കുന്തം. ഇത്രയേ ഉള്ളൂ. ആർക്ക്? 313 ആൾക്കുള്ള. അതായത് മറുപക്ഷത്തോ 1000-ഓളം വരുന്ന കാഫിരീങ്ങളുടെ കയ്യില്, ഒരൊറ്റൊരുത്തന്റെ കയ്യില് തന്നെ 18 തരത്തിലുള്ള ആയുധങ്ങളും നല്ല ഭക്ഷണം. അല്ലേ? അബൂജാഹിലൊക്കെ ദിവസം അവിടെ കഴിച്ചിരുന്ന കഥ ബദർ നോക്കിയാൽ കാണാം. അബൂജാഹിൽ ഒരു ദിവസം കഴിച്ചിരുന്ന ഫുഡ് എന്താണെന്നറിയോ നിങ്ങള്? ഇരുന്നെടിൽകളെ അറുക്കയും അത് ഭുജിക്കയും ഹംറ് കുടിക്കയും ഇതര ബജതശ അടിക്കയും ദഫ് മണിക്കയും ചുള വിളിക്കയും.
മോയിൻകുട്ടി വൈദ്യർ ബൈദർ നോക്കിയാ കാണാ ഇരുന്ത് നെടിൽകളെ അറുക്കയും അത് ഭുജിക്കയും ഹംറ കുടിക്കയും. നെടിൽകൾ ഒട്ടകങ്ങളെ അറക്കുക, എന്നിട്ട് കള്ളുടിക്കുക. ഓരോരുത്തരെ ഓരോ ഒട്ടക അറക്കുക, ഓരോ കാലും ഓരോരുത്തർ ഇങ്ങനെ എടുത്ത് തിന്നുക, കള്ളുടിക്കുക, ഡാൻസ് അടിക്കുക, പെണ്ണുങ്ങളുമായിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നടത്തുക. ഈ വക നാരീമണികളും യുദ്ധത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. യുദ്ധത്തിന് വരുമ്പോ പെണ്ണുങ്ങളെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇവർക്ക് പാട്ട് പാടിയിട്ട് ഇവരെങ്ങനെ ഇപ്പൊ നമ്മളെ ഓരോരോ മാജിക് ഡാൻസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതേപോലൊക്കെ എല്ലാ സന്നാഹത്തോടു കൂടെ അവർ വന്നിരിക്കുന്നത്. മറുപക്ഷത്തുള്ള സഹാബത്തോ ഉടുതുണിക്ക് മറുതുണിയില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, വെളിച്ചല്ല, ആയുധമില്ല, ഒന്നുമില്ല. അല്ലാഹുവിന്റെ സഹായമല്ലാതെ മറ്റൊന്നുമില്ലാതെ വന്നു. അങ്ങനെ മലക്കുകൾ യുദ്ധത്തിനിറങ്ങി എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? 5000-ലധികം മലക്കുകൾ ബദറിൽ ഇറങ്ങി. മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തലയെ കെട്ടി വാളും പിടിച്ചുകൊണ്ട് യുദ്ധത്തിനിറങ്ങി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, പെരടി നോക്കി വെട്ടാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ മലായിക്കത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആയത്ത് ഖുർആനിൽ നോക്കിയാൽ കാണാം അല്ലേ? അങ്ങനെ മീകായിൽ എന്ന മലക്കിന്റെ കുത്തുകൊണ്ടിട്ടാണ് ഇവൻ വീണത്. ആര്? അബൂജാഹിൽ. കുത്തുകൊണ്ട് വീണപ്പോ പിന്നെ അവൻ നീക്കാൻ പറ്റണില്ല. ഒരു പർവ്വതം കിടന്ന് വയ്ക്കണ പോലെ ഇങ്ങനെ കിടന്ന് വയ്ക്കുക ബദറില്. അപ്പൊ ആ വൈക്ക് വരികയാണ് ആര്? മദീനക്കാരനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ വഴിക്ക് വരുമ്പോ അബൂജാഹിൽ ഇങ്ങനെ കുത്തുകൊണ്ട് വീണിട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വയ്ക്കുക, നീക്കാൻ നോക്കുന്നുണ്ട്, പറ്റണില്ല. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജാഹിൽ ലഅനത്തുല്ലാഹി അലൈഹി പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി ട്ടോ, അത് മോശാക്കണ്ട. ഇപ്പൊ അള്ളാഹു അവനിങ്ങനെ ലാനത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ മക്കത്ത് പോയി നോക്കിയാലേ അബൂജാഹിലിന്റെ സ്മാരകം ഉണ്ട്. എന്താണെന്നറിയോ? അബൂജാഹിലിന്റെ സ്മാരകം മക്കത്ത് കണ്ടിട്ടുണ്ടാ? ആ വലിയ കക്കൂസ്. അബൂജാഹിലിന്റെ വീട് നിന്ന സ്ഥലത്താണ് മക്കയിലെ ഹറമിന്റെ അവിടുത്തെ ഏറ്റവും വലിയ ബഡാ കക്കൂസ് നിൽക്കുന്നത്. അബൂജാഹിലിന്റെ വീട് നിന്ന സ്ഥലത്താണ്. ഇനി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ബീബി റളിയല്ലാഹു അൻഹ പ്രസവിച്ച സ്ഥലം സഫാ മർവയുടെ മറുഭാഗത്ത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ കെട്ടിടം ഇപ്പോഴും അവിടെ ഉണ്ട്. അതിന്റെ പേരെന്താണെന്നറിയോ? മക്തബ മക്കത്തുൽ മുകറമ. മക്തബ മക്കത്തുൽ മുകറമ എന്ന് പറയുന്ന ഒരു ലൈബ്രറി കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ അകത്താണ് അന്ന് 1400 കൊല്ലം മുമ്പേ ബീബി ആമിന റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ചത്. അപ്പൊ ഖിയാമത്ത് നാൾ വരെ അബൂജാഹിലിന്റെ ശാപം തന്നെ. അവന്റെ വീട് നിന്ന സ്ഥലത്ത് കക്കൂസ. അവനെ കുഴിച്ചിട്ടത് ബദറിൽ ഒരു പൊട്ടക്കിണറ്റിലേക്ക് സഹാബത്ത് വലിച്ചിടുക ചെയ്തത്. ആ കിണറൊക്കെ ഇപ്പോഴും നമുക്ക് ബദറിൽ പോയാൽ കാണാം. അബൂജാഹിലിനെ കുഴിച്ചിട്ട ആ കിണർ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്ത മസ്ജിദുൽ അരീസ് കാണാം. സഹാബത്തിന് കുളിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ഹൗദ്, അതാണല്ലോ ബദർ യുദ്ധത്തിന്റെ കാരണം. എന്തേ കാരണം? റമദാൻ 16-ന്റെ തലേ ദിവസം ഹബീബായ തങ്ങൾ ബദറിൽ വന്ന് സഹാബത്തിനോട് കൂടെ വന്നപ്പോ 2 ദിവസം മുമ്പ് തന്നെ അബൂജാഹിൽ അവിടെ എത്തിയിട്ടുണ്ട്. അവര് നല്ല തന്ത്രപ്രധാന സ്ഥലങ്ങളൊക്കെ അവിടെ കൈയടക്കി. കിണർ വെള്ളം അവരെ കക്ഷത്തിലൊതുക്കി. റസൂലുള്ള വന്നപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല, സഹാബത്തിന് കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, കിണറിന്ന് വെള്ളം എടുക്കാൻ അവർ സമ്മതിക്കണില്ല. അപ്പോഴാണ് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ. അന്ന് രാത്രി ബദറിൽ ഒരു വലിയ മഴ പെയ്തു. ആ മഴ പെയ്തപ്പോൾ എന്തുണ്ടായി? വെള്ളമൊക്കെ ഒലിച്ചൊറുക്കി. റസൂലുള്ളാഹിയും സഹാബത്തും ചോട്ടിലാണ് നിന്നിരുന്നത്. മക്ക കാഫിരികൾ കുന്നിന്റെ മുകളിലാണ്. അവിടെയുള്ള വെള്ളമൊക്കെ ഒലിച്ചിറങ്ങി ചോട്ടിലേക്ക് ഇറങ്ങി വന്നപ്പോ ഹബീബായ തങ്ങള് അതൊരു വലിയ തടാകം പോലെ ഉണ്ടാക്കി ഹൗദ് കെട്ടാൻ പറഞ്ഞു. സഹാബത്തെ ഹൗദ് കെട്ടി. ആ ഹൗദ് നിറച്ച് വെള്ളം വന്ന് നിറഞ്ഞു. സഹാബത്തിന് കുളിക്കാനും കുടിക്കാനും കോരാനും ഇഷ്ടം പോലെ വെള്ളമായി. ഇത് കണ്ടപ്പോ അബൂജാഹിൽ പറഞ്ഞു, ഇനി വെള്ളം കിട്ടിയ മുഹമ്മദിനോട് യുദ്ധം ചെയ്താൽ നമ്മൾ ജയിക്കില്ല. അവന്മാർ അത്ര വലിയ മാനക്കട്ടിയുള്ളവരാ. അതുകൊണ്ട് ആ ഹൗദ് പൊളിക്കണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് ആദ്യം പോയി ആ മുഹമ്മദിന്റെ ഹൗദ് പൊളിക്കാൻ കഴിവുള്ളവർ എന്ന് ചോദിച്ചപ്പോ മക്കയിലെ ഏറ്റവും വലിയ അഭ്യാസിയായിരുന്ന അസ്വദ് എന്ന് പറയുന്ന 24 വയസ്സ് പ്രായമുള്ള ആജാന ബഹുവായ, കരാട്ടയിൽ പറയുകയാണെങ്കിൽ ബ്ലാക്ക് ബെൽറ്റ് 4 എടുത്ത മക്കയിലെ ഏറ്റവും വലിയ അഭ്യാസിയായ അസ്വദ്
അസ്വദ് 18 തരത്തിലുള്ള ആയുധങ്ങളും പിടിച്ചിട്ട് അവനിങ്ങ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഒന്നിരിക്കൽ മുഹമ്മദിന്റെ ഹൗദ് ഞാൻ പൊളിക്കും, അല്ലെങ്കിൽ വെള്ളം ഞാൻ കുടിക്കും, രണ്ടാലൊന്നും സംഭവിക്കാതെ അസ്വദ് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് കെട്ടിയുണ്ടാക്കിയ സ്വഹാബത്ത് കെട്ടിയുണ്ടാക്കിയ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ വന്നു. അപ്പോഴാണ് നമ്മുടെ ആ പാട്ട് പാടിയത്. നമുക്കൊക്കെ പണ്ട് കാലത്തെ കേൾക്കുന്ന ഒരു പാട്ടില്ലേ, വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പി അസിവദിലി മാറടാ. ആ പാട്ട് അപ്പണ്ടായതാ. മൊയിൻകുട്ടി വൈദ്യർ അങ്ങനല്ല പറഞ്ഞത്. മൊയിൻകുട്ടി വൈദ്യർ ആ വരവിനെ പറ്റി പറഞ്ഞത് ബദർ നോക്കിയാ കാണാ. ആന പോലസദുല്ലിലാഹരി ഹംസ ചാടി അടുത്തുടൻ ആരടാ ശുജാഅത്തുരത്തമൈ ഹൗദിൽ നിന്ന് കുടിപ്പവൻ. മക്കയിലെ ഏറ്റവും വലിയ കളരി അഭ്യാസിയായ കരാട്ടക്കാരനായ അസ്വദ് വന്നപ്പോൾ അസ്വദിനെ നേരിടാൻ അള്ളാന്റെ റസൂല് പറഞ്ഞയക്കുന്നത് ആരെയാണെന്നറിയോ? ചെറുപ്പക്കാരനായ അലിയാർ അവിടെ ഉണ്ട്, പറഞ്ഞില്ല. വലിയ യുദ്ധതന്ത്രശാലിയും വലിയ മഹാനുമായ ഉമർ ബിൻ ഖത്താബ് അവിടെ ഉണ്ട്, വിളിച്ചില്ല. അങ്ങനെ മറ്റു പലരുമുണ്ട്. അള്ളാന്റെ റസൂല് വിളിക്കുന്നത് ആരെയാണെന്നറിയോ? 70 വയസ്സോളം പ്രായമുള്ള വൃദ്ധനായ റസൂലുള്ളാഹിന്റെ എളാപ്പയായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഹംസത്തുൽ കറാറെ അസദുൽ ഇലാഹേ, നിങ്ങൾ ചെന്നിട്ട് ആ അസ്വദിനെ തടയണോ. 70ഓളം വയസ്സ് പ്രായമുള്ള വന്യ വയോധികനായ ഹംസ റളിയല്ലാഹു അൻഹു ഏറ്റുമുട്ടാൻ പോണത് ആരോടാണ്? 24 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനോടാണ്. അവന്റെ കയ്യില് 18 തരത്തിലുള്ള ആയുധങ്ങളുണ്ട്, അങ്കികളുണ്ട്, എല്ലാ സന്നാഹമുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ളതോ ഒരു പൊട്ടിയ വാളാണ്. അതിന്റെ തലപ്പ് പൊട്ടിപ്പോയിരിക്കണം, വാളിന്റെ പകുതിയുള്ളൂ. ഈ പകുതി വാളായിട്ടാണ് ഹംസ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചാടിച്ചെന്നത്. ഇങ്ങോട്ട് വാടാ പറഞ്ഞു. അന്റെ 18, 22 ഒന്നും ഹംസയുടെ മുമ്പിൽ പോകില്ല. ഹംസ റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? ചില്ലറക്കാരനല്ല. ചരിത്രം നമ്മൾ പഠിക്കണം. മക്കയിലെ ഏറ്റവും വലിയ കളരിയുടെ ഗുരുക്കളാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കളരിപ്പയറ്റിലെ പ്രധാന ശിഷ്യനാണ് ആര്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ട്ടോ, അത് നമ്മൾ പഠിച്ചോക്കണം. അപ്പൊ കളരിയുടെ ഉസ്താദിന്റെ ഉസ്താദാണ്. അതാണ് മുത്തുനബി ഹംസനെ വിട്ടത് റളിയല്ലാഹു അൻഹു. കേട്ടോ, കളരിയുടെ ആശാനാണ്. നേരെ അങ്ങ് ചെന്നു. ഇവൻ കുറെ അഭ്യാസങ്ങളൊക്കെ കാട്ടിങ്ങോട്ട് വന്നപ്പോ ഹംസ റളിയല്ലാഹുവിന്റെ കയ്യിലുള്ള ഈ പൊട്ടിയ വാള് കൊണ്ട് ഒരൊറ്റ അലക്കങ്ങോട്ട് അലക്കി. അവനത് മാറി വന്നതാണ്. പക്ഷേ രണ്ടാമത്തെ ഒരൊറ്റ വെട്ടിന് അസ്വദിന്റെ ചുമലിൽ നിന്ന് ഇവിടം വരെ 2 കഷ്ണമായി ചക്ക പൊളിച്ചതുപോലെ അസ്വദ് ബദറിൽ വീണ് ചാവുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു വിജയിക്കുകയാണ്. ഇസ്ലാമിന്റെ ആദ്യത്തെ വിജയം അതാണ്, ബദറിന്റെ ആദ്യത്തെ വിജയം. അപ്പോഴാണ് കാഫിരിങ്ങൾ പറഞ്ഞത്, ഇനി നേർക്ക് നേരെ ഇവരോട് യുദ്ധം ചെയ്താൽ വിജയിക്കുന്നു തോന്നില്ല, അതുകൊണ്ട് ഇനി ഒറ്റക്ക് വേണ്ട. അവിടെ 3 ആളുകൾ ഇറങ്ങാൻ പറഞ്ഞു. അബൂജാഹിൽ 3 ആളെ ഇറക്കി വിടുകയാണ്. അത് മക്കയിലെ പേര് കേട്ടവരാണ് വന്നവര്. ആ മക്കക്കാരായ പേര് കേട്ടവർ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് മദീനക്കാരായ അൻസാറുകളായ 3 സഹാബാക്കളെ അങ്ങോട്ട് പറഞ്ഞയച്ചു. നിങ്ങളാണ് പോയിക്കോളി, അവരായിട്ട് നേരിടാൻ പറഞ്ഞു. ഈ പാവങ്ങൾ മദീനക്കാരി എന്ന് പറഞ്ഞാൽ അവർ കൃഷിക്കാരാണ്. അധികം അവർ ഈത്തപ്പഴം അതുപോലെ കാരക്ക മുന്തിരിയൊക്കെ കൃഷി ചെയ്ത് ജീവിക്കണ കാർഷികക്കാരാ. മക്കക്കാരി എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരാണ്, നല്ല ആയുധാഭ്യാസം പഠിച്ചവരുമാണ്. അപ്പൊ മക്കക്കാരി ഇങ്ങോട്ട് വന്നപ്പോ ആരാ? കാഫിരിങ്ങളായ 3 മക്കക്കാരി വന്നപ്പോ മുത്തുനബി മദീനക്കാരായ 3 ആളെ അവരെ നേരിടാൻ പറഞ്ഞപ്പോ ഈ മക്കക്കാരി കിബറന്മാര് പറഞ്ഞു, നിങ്ങളായിട്ട് ഞങ്ങൾ യുദ്ധത്തിനില്ല. എന്തേ കാരണം? മദീനക്കാരൊക്കെ പൊട്ടന്മാരല്ലടോ, ബിറ്റങ്ങക്ക് ഈത്തപ്പഴം ഉണ്ടാക്കാനല്ലാതെ വേറെ എന്തിനും കൂട്ടിയാ കൂടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുഫുവത്ത ആൾക്കാര് മുഹമ്മദിന്റെ കൂട്ടത്തിൽ മക്കക്കാരുണ്ട്, അവരോട് വരാൻ പറയാം, എന്നാലേ ഞങ്ങൾ യുദ്ധത്തിനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളേറ്റൊന്നും ഈ ഊച്ചാളികളേറ്റൊന്നും ഞങ്ങൾ യുദ്ധം ചെയ്യില്ല. ആര് പറഞ്ഞു? മക്ക കാഫിരിങ്ങൾ വെല്ലുവിളിച്ചപ്പോ അതാണ് വൈദ്യര് പറഞ്ഞത്, മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തിമുണ്ട് സിംഹരാം, മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വാ ഹൈദറാ.
മുഹാജിരീങ്ങളായ ഹംസ റളിയല്ലാഹു അൻഹു ഇറങ്ങി വരികയാണ്. രണ്ടാമത് അലി റളിയല്ലാഹു അൻഹു ഇറങ്ങി വരികയാണ്. മൂന്നാമത് വയസ്സനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഇറങ്ങി വരികയാണ്. ആ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹു തന്റെ പ്രതിയോഗിനെ കൊന്നു. ഹംസ റളിയല്ലാഹു അൻഹു രണ്ട് പ്രതിയോഗിയെ കൊന്നു. ഉബൈദത്ത് തങ്ങളോട് യുദ്ധത്തിന് വന്നത് ആരാണെന്നറിയോ? മക്കക്കാരനായ ഉത്ബത്താണ്. അയാളും കുറച്ച് പ്രായമുള്ള ആളാണ്. രണ്ടാളും തമ്മിൽ കുതിരപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയില് ഉത്ബത്ത് ഒരൊറ്റ വെട്ടങ്ങ് വെട്ടിയപ്പോ ഉബൈദത്ത് തങ്ങളുടെ കാല് മുറിഞ്ഞങ്ങ് പോയി. കുതിരപ്പുറത്തുനിന്ന് ഉബൈദത്ത് തങ്ങൾ താഴെ വീഴുകയാണ്. ഇത് ഹംസത്തുൽ കറാർ തങ്ങൾ കാണുകയാണ്. അലി തങ്ങൾ കാണുകയാണ്. ഉബൈദത്ത് തങ്ങളുടെ കാല് മുറിഞ്ഞു പോയിട്ട് യുദ്ധക്കളത്തിൽ പടഞ്ഞങ്ങ് വീണപ്പോ ഉത്ബത്ത് വെട്ടാൻ വേണ്ടി വാളും ചൊയറ്റിങ്ങനെ വരികയാണ്. പിറകിലൂടെ വന്ന ഹംസ റളിയല്ലാഹു അൻഹു വന്നിട്ട് വെട്ടാൻ വരുന്ന ഉത്ബത്തിന്റെ പെരടിക്കൊരറ്റ വെട്ടങ്ങ് കൊടുത്തിട്ട് അവനെ കൊന്നു. അവിടെ കിടന്നിരുന്ന ഉബൈദത്ത് തങ്ങളെ താങ്ങി പിടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖൈമയിൽ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് അതാ ഉബൈദത്ത് തങ്ങൾ ചോദിക്കുകയാണ് നബിയോട്, യുദ്ധക്കളം വിട്ട് പിരിന്തോനാണേ, തെളിവറി ഷഹീദാമോ അനാ പൊന്മോനെ. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയാണ് ഉബൈദത്ത് തങ്ങൾ, നബിയെ, യുദ്ധക്കളത്തിൽ മരിച്ചാലല്ലേ ഷഹീദിന്റെ കൂലി കിട്ടുക? ഞാൻ യുദ്ധക്കളത്തിൽ മരിച്ചിട്ടില്ല നബിയെ. ഹംസയും അലിയും കൂടി എന്നെ താങ്ങി പിടിച്ച് തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ? എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ? ഭാര്യണ്ടോ എന്നല്ല ചോദ്യം, മക്കളെ പറ്റിയല്ല ചോദ്യം, മുതലിനെ പറ്റിയല്ല, കുടുംബക്കാരെ പറ്റിയല്ല ചോദ്യം. എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ? എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടോ? ഹബീബായ തങ്ങൾ കരഞ്ഞുപോയി, റസൂലുള്ള കരഞ്ഞുപോയി ഈ വാക്ക് കേട്ടിട്ട്. അപ്പോഴാണ് റസൂലുള്ള മഹാനായിരിക്കുന്ന ഉബൈദത്ത് തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, ചെഞ്ചൽ ഫളീലുറ്റ ഷഹീദാകും നീ, പോറ്റി ഹുസൈനുൽ തബിനയാ അമ്മീ. ഉബൈദത്തെ, നീ ഷഹീദാണ്. നീ ഷഹീദ് മാത്രമല്ല, ബദരീങ്ങളുടെ ക്യാപ്റ്റൻ നീയാണെന്ന് ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പ് കൊടുത്തപ്പോഴാണ് ആ ഉബൈദത്ത് തങ്ങൾക്ക് സമാധാനമായത്. ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞ് സഹാബത്ത് പോണ വഴിയിൽ ഇടക്ക് വെച്ചിട്ടാണ് പിന്നീട് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. അദ്ദേഹത്തെ അവിടെയാണ് മറവ് ചെയ്തതും. ബാക്കി ബദറിൽ മരിച്ചുപോയ 13 ആളുടെ ഖബറാണ് ഇപ്പൊ നമുക്ക് ബദർ പോർക്കളത്തിൽ പോയാൽ കാണാൻ പറ്റുള്ളൂ. 13 ആളുടെ പേരെന്നെയാണ് അവിടെ എഴുതി വെച്ചതിനും കാണാൻ പറ്റുള്ളൂ. 14ാമത്തെ ഒരാളുടെ പേരെഴുതിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ ഖബർ ഇവിടെയല്ല ഇന്ന സ്ഥലത്താണ് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബദർ യുദ്ധം മുസ്ലിമീങ്ങൾ വിജയിച്ചപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. അബൂജാഹിൽ വെട്ടുകൊണ്ട് ഇങ്ങനെ അവിടെ കിടന്നിങ്ങനെ വയക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കയറി ചെന്നു. മദീനക്കാരനാണ്. അബൂജാഹിലിനോട് ചോദിച്ചു, അബൂജാഹിലെ, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടണോ? നിനക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? ഇത് പറഞ്ഞാൽ നീ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ആളല്ലേ? ഉമർ ബിൻ ഖത്താബിന് കിട്ടിയ പോലെ നിനക്ക് വലിയ സ്ഥാനം കിട്ടൂലേ? അബൂജാഹിൽ പറയാൻ, നിന്റെ പ്രവാചകൻ മുഹമ്മദ് ഉണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദിനോട് എനിക്ക് ഇഷ്ടമാണ്. എന്തേ? മുഹമ്മദ് കളവ് പറയില്ല, മുഹമ്മദ് കള്ളുടിക്കില്ല, മുഹമ്മദ് പെണ്ണും പിടിക്കില്ല, മുഹമ്മദ് പലിശ വാങ്ങില്ല, മുഹമ്മദ് സത്യസന്ധന. ഞങ്ങളൊക്കെ മുഹമ്മദിനെ വിളിക്കുന്ന പേര് അൽ അമീൻ എന്നാണ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിച്ചു അബൂജഹലിനോട്, ഇത്രയൊക്കെ അള്ളാഹിന്റെ റസൂലിനെ പറ്റി ഈ പറയുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോ അബൂജഹൽ പറയാം, നോ 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 നോ. ചാവാൻ കാലത്ത് അവൻ പറയുന്ന വാക്കെന്താണെന്നറിയോ? അതാണ് അബൂജാഹിലിന്റെ കിബർ എന്ന് പറഞ്ഞത്. അവൻ പറയാണ്, എനിക്ക് മുഹമ്മദിനോടുള്ള ദേഷ്യം എന്താണെന്നറിയോ? തലയിരിക്കുമ്പോ വാലാടരുത്. ഞാനാണ് മക്കയിലെ നേതാവ്, ഞാനാണ് മക്കയിലെ കോടീശ്വരൻ. നബി ആകെയാണെങ്കിൽ ഞാനാണ് ആകേണ്ടത്, മുഹമ്മദല്ല. അപ്പൊ ഞാൻ ഇരിക്കുമ്പോ മുഹമ്മദ് നബിയാന്ന് പറഞ്ഞാൽ എനിക്ക് സംഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുഹമ്മദ് നബിയല്ല, ഞാൻ വിശ്വസിക്കില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ വിളിച്ചിട്ട് അബൂജാഹിൽ പറയാണ്, നീ എന്നെ കൊന്നോ, നീ എന്നെ കൊന്നോ.
അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ ഉറച്ചു? നീ എന്നെ കൊന്നോ? ഞാൻ ചാവാൻ തയ്യാറായി കിടക്കാണ് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവസാനായിട്ട് വല്ലതും പറയാണ്ടോ ചോദിച്ചു. ചാവാൻ പോണവനോട് ചോദിക്കൂ, അത് ലോകനീതിയാ. അതും ചെയ്യാത്ത വൃത്തികെട്ട നാട് അമേരിക്ക എന്ന് പറയുന്ന ചെകുത്താന്റെ നാടാ. മരിക്കാൻ പോകുന്നവനോട് അവസാനം വല്ലതുണ്ടോ എന്ന് ചോദിക്കാത്ത ഒരു നാട് ലോകത്തുണ്ടെങ്കിൽ അത് അമേരിക്ക മാത്രമാണ്. സദ്ദാം ഹുസൈനിന്റെ മരണം ലൈവായി നമ്മൾ തൂക്കിലേറ്റുന്നത് കണ്ടതാണ്. അയാൾ പറഞ്ഞ അവസാനത്തെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാതെയാണ് അമേരിക്ക അയാളെ കൊണ്ടുപോയി പരസ്യമായി തൂക്കിലേറ്റി കൊണ്ടുപോയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ടാൽ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കോടതി വിധി പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ ദയാഹർജിയും തള്ളിയാല് പിന്നെ അവനെ കൊല്ലും. അങ്ങനെ കൊല്ലാൻ വേണ്ടി ആരാർച്ചർ കൊണ്ടുപോകുമ്പോ രണ്ടാൾ അടുത്തു വന്നിട്ട് ചോദിക്കും, അവസാനായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? തിന്നണോ, ഭാര്യനെ കാണണോ, കുടുംബത്തേക്ക് വിളിക്കണോ? എന്തായാലും പറഞ്ഞാൽ നിറവേറ്റി തരാ എന്ന് പറയുന്ന ഒരു രംഗണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനോട് ആ മര്യാദ കാണിക്കുകയാണ്, നിനക്ക് അവസാനായിട്ട് എന്തെങ്കിലും പറയാണ്ടോ? അബൂജഹൽ പറഞ്ഞു, നിങ്ങൾ കേൾക്കണോ? അബൂജഹൽ പറയുന്നത്, എനിക്ക് അവസാനമായിട്ടൊരു കാര്യം പറയണ്ട. അതെന്താണെന്നറിയോ? നിന്റെ കയ്യിലുള്ള മൂർച്ചയില്ലാത്ത വാളുണ്ടോ, അതുകൊണ്ട് എന്നെ കൊല്ലരുത്. നാണക്കട. മരിക്കുകയാണെങ്കിലും നല്ല നിലക്ക് മരിക്കണ്ടേ? പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ടല്ലോ, അടി കിട്ടുകയാണെങ്കിലും മോതിരട്ട കൈ കൊണ്ട് അടി കിട്ടണം, എന്നാ അടിക്കൊരു സുഖമുണ്ടല്ലോ. എന്റെ കയ്യിലുള്ള ചാവാളി വാളയിട്ട് എന്നെ അറക്കരുത്. എന്റെ അരയിൽ കിടക്കുന്നുണ്ട് ഒരു വാള്, സ്വർണത്തിന്റെ പിടിയുള്ള വാള്. നീ എന്റെ അരയിലുള്ള ഈ വാൾ ഊരിയെടുക്കണം. എന്നിട്ട് എന്റെ കഴുത്ത് എങ്ങനെ മുറിക്കണം എന്നറിയോ? സാധാരണ ഒരാളുടെ കഴുത്ത് മുറിക്കുക ഇവിടെ എങ്ങനെ ഹൽക്ക മുറിക്കുക, നീ എന്റെ അങ്ങനെ മുറിക്കരുത്. പിന്നെ എങ്ങനെ മുറിക്കണം? ഈ തോളി ഷോൾഡർ നിങ്ങളുടെ എടുത്തിട്ട് ഈ തോളി ഷോൾഡർ വരെ കയറ്റി മുറിക്കണം. അബൂജഹലിനോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതെന്തിനാണോ? എന്റെ തല കൊണ്ടുപോയിട്ട് നിന്റെ മേധാവ് മുഹമ്മദിന്റെ മുമ്പിൽ വെക്കണം. അപ്പൊ നിന്റെ മുഹമ്മദ് ഞെട്ടണം, എന്റെ തല കണ്ടിട്ട് ഞെട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറ്റി മുറിക്കണം. ലഅനത്തുല്ലാഹി എന്ന് ആദ്യം പറഞ്ഞിട്ടേ അബൂജഹൽ പറയാൻ പാടുള്ളൂ. ലഅനത്ത് മുന്തിക്കണം. അത്രയും വൃത്തികെട്ട കിബറിന്റെ കിബറാണ്. പറഞ്ഞ പോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വാളെടുത്തിട്ട് അബൂജഹലിന്റെ അരയിൽ കിടക്കുന്ന സ്വർണത്തിന്റെ പിടിവാളുള്ള വാളെടുത്തു. അവന്റെ ഇവിടെ നിങ്ങടെ ചേർത്തി മുറിച്ചു. അവൻ ചത്തു. അബൂജഹലിന്റെ തല കൊണ്ടുപോയി അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചപ്പോൾ അള്ളാന്റെ റസൂൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട് ചോദിക്കുകയാണ്, അബൂജഹലിന്റെ അവസാനത്തെ ആഗ്രഹം എന്തായിരുന്നു? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഈ വിവരം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അതാ സ്തംഭിച്ചു പോകുകയാണ്. കാരണം വമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറൂ വമൂസല്ലദീ റബ്ബാഹു ഫിർഔനു മുർസലൂ. ലോകം കണ്ട ഏറ്റവും വലിയ അക്രമിയാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഞാൻ അള്ളയാണെന്ന് പറഞ്ഞവനാണവൻ. അന റബ്ബുക്കുമുൽ അഅല എന്ന് വാദിച്ചവനാണവൻ. മൂസാ നബിയുടെ ഏറ്റവും വലിയ ശത്രുവാണവൻ. ആ ഫിർഔന് പോലും നൈൽ നദിയിൽ മുങ്ങിച്ചാവണ സമയത്ത് അവസാനം പറഞ്ഞു, ആമൻതു ബിറബ്ബി മൂസ, ഞാൻ മൂസായുടെ പടച്ചോനെ കൊണ്ട് വിശ്വസിച്ചു എന്ന്. പക്ഷെ ആ ഈമാൻ കബൂലല്ലാത്തത് കൊണ്ട് ഫിർഔന് മുസ്ലിമായില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൂസാ നബിന്റെ ശത്രുവായ ഫിർഔനിനേക്കാൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശത്രുവായ നമ്രൂദിനേക്കാൾ ഏറ്റവും വലിയ ശത്രു അബൂജഹലാണ്. അവരാരും ഇങ്ങനത്തെ ശാപമുറ്റിയ വാക്ക് പറഞ്ഞിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖൽബിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, അബൂജഹലിനൊന്ന് ഹിദായത്ത് കിട്ടി, എങ്ങനെങ്കിലും ഇസ്ലാമായാൽ ഇസ്ലാമിന്റെ വളർച്ചക്കത് ഉപകാരപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ബദറിന്റെ ഓരോ ചരിത്രവും നമ്മൾ വ്യക്തിപരമായി പഠിച്ചെടുക്കണം. ഇനി എന്തുകൊണ്ടാണ് ബദർ യുദ്ധം ഉണ്ടായത് എന്ന് നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യണം ഈ ചരിത്രം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളെ പൊട്ടന്മാരാക്കും, അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂഷനാക്കും. പല സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നും നോക്കി, ഇന്നലെ നോക്കി, മിഞ്ഞാൻ നോക്കി, ഇൻസ്റ്റാഗ്രാമിൽ മറ്റേലും മന്നങ്ങട്ടയിലൊക്കെ ഇങ്ങനെ കുറേ എക്സ് മുസ്ലിങ്ങൾ, കുറേ മുസ്ലിം നാമധാരികൾ കയറിയിട്ട് ഇപ്പോൾ ബദരീങ്ങളുടെ ആണ്ട് കണക്കുന്ന സമയമല്ലോ, ബദർ യുദ്ധമായിരുന്നു, മുഹമ്മദ് നബി അടിച്ചേൽപ്പിച്ചതാണ്.
അബൂ സുഫിയാനും പാർട്ടിയും ഷാമിലേക്ക് കച്ചവടത്തിന് പോകുകയാണ്. ആ കച്ചവടത്തിന് പോണ അബൂ സുഫിയാന്റെ കയ്യില് ഒട്ടകണ്ട്, കുതിരണ്ട്, സ്വർണ്ണണ്ട്, വെള്ളിണ്ട്, ഈത്തപ്പഴണ്ട്, കാരക്കണ്ട്. അവര് പോണത് ഏത് വഴിയാ? ബദർ വഴിയാണ്. അത് അല്ലാഹുവിന്റെ റസൂലിനെ ആര് പറഞ്ഞു കൊടുത്തു? മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അന്ന് ഇന്നത്തെ പോലെ മൊബൈലില്ലല്ലോ, ലൈവും ഇല്ലല്ലോ, പിന്നെ ഉപഗ്രഹ ചാനലും ഇല്ലല്ലോ. അല്ലെങ്കിൽ അബൂ സുഫിയാന് മക്കത്തുനിന്ന് ബദർ വഴി ഷാമിലേക്ക് പോണ വിവരം മുത്തുനബിക്ക് എങ്ങനെ അറിയാനാ? ഫോണും കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത കാല. അത് ജിബ്രീൽ അറിയിച്ചു കൊടുത്തത്. അത് വൈദ്യര് പാടിയതിലുണ്ട്. അണവാക്കി റൂഹുൽ അമീൻ തൽമൗലിയായി അമ്പൻ പുകഴ്ദയ ഖൈറൽ ബറായ തുണയാർ അബൂ സുഫിയാനും ബഗീറ ചുമകളും ഷാമിന്ന് വരുന്ന സൈറ. ഷാമിൽ എന്നുള്ള കച്ചവട സംഘം ബദർ വഴി ഏതാ വരുന്നു എന്ന് അബൂ സുഫിയാന്റെ പാർട്ടി വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ ആ കച്ചവട സംഘത്തെ പ്രതിരോധിച്ച് പിടിച്ചെടുക്കാൻ തന്നെയാണ് മുഹമ്മദ് നബി പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ എന്താണ് അങ്ങനെ പോകാനുള്ള? വാട്ട് ഈസ് ദ റീസൺ? വാട്ട് ഈസ് ദ റീസൺ? എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ പഠിക്കണം. അല്ലാഹുവിന്റെ റസൂൽ എവിടുത്തുകാരനാണ്? മക്കക്കാരനാണ്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എവിടെക്കാരനാ? മക്കക്കാരനാണ്. സിദ്ദീഖുൽ അക്ബർ എവിടെക്കാരനാണ്? മക്കക്കാരനാണ്. അലിയാർ എവിടെക്കാരനാണ്? മക്കക്കാരനാണ്. അവരൊക്കെ എന്തേ മദീനത്തേക്ക് വരേണ്ടി വന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇസ്ലാമിന്റെ കലിമത്ത് തൗഹീദ് ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ മക്കക്കാര് മക്കയിൽ നിന്ന് ആട്ടിയോടിച്ചു അല്ലാഹുവിന്റെ റസൂലിനെ, സ്വഹാബത്തിനെ ആട്ടിയോടിച്ചു. അതിനു മുമ്പ് ചില സഹാബത്ത് അബിസീനിയയിലേക്ക് പോയിട്ടുണ്ട്, ചില സഹാബത്ത് സുഡാനിലേക്ക് പോയിട്ടുണ്ട്, പാലായനം ചെയ്തു. അവരുടെ ഭാര്യമാരവിടെ, അവരുടെ മക്കളവിടെ, അവിടെ സ്വത്തവിടെ, അവിടെ കുടുംബം അവിടെ, അവിടെ ഒട്ടകം സ്വർണ്ണൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അബൂ സുഫിയാനും പാർട്ടിയും പിടിച്ചെടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടത്തിലുള്ള സ്വഹാബത്ത് സ്വത്ത്, ഹബീബായ തങ്ങളുടെ സ്വത്ത്, കുടുംബക്കാരുടെ സ്വത്ത് അബൂ സുഫിയാനും അനുയായികളും പിടിച്ച് കക്ഷത്തിലൊതുക്കി. അത് വെച്ചിട്ടാണ് അവർ കച്ചവടം ഉണ്ടാക്കുന്നത്. ഇപ്പൊ എന്റെ മുതല്, എന്റെ ഒരു 10 ലക്ഷം ഉറുപ്യ ഒരുത്തൻ അപകരിച്ചിട്ടുണ്ട്. അവൻ ഞാൻ മുള്ളൂർക്കര എന്റെ വീട്ടിലിരിക്കുമ്പോൾ എനിക്കൊരു വിവരം കിട്ടി. 10 ലക്ഷം പറ്റിച്ചിട്ട് മുങ്ങി നടക്കണ നിങ്ങളുടെ പ്രതി ഉണ്ടല്ലോ, ഇന്ന് രാവിലെ 10:30 മണിക്ക് മുള്ളൂർക്കര സെൻട്രലിലൂടെ കാറിൽ പാസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തയ്യാ? ഉണ്ടാതിരിക്കുക. ഞാൻ എൻ്റെ കൂട്ടുകാരും ഫ്രണ്ടിന് റിലേറ്റീവ്സിനായിട്ട് പോയിട്ട് ചെല്ലില്ലേ, അവനെ പിടിച്ചവിടെ നിർത്തില്ല, 10 ലക്ഷം കാട്ടാന്ന് പറയും. ഇത് അക്രമാണോ? ഇത് അക്രമാണോ? അതാണ് ഹബീബായ തങ്ങള് ബദറിന്റെ റീസൺ. അതാണ് മക്കയിൽ ഉപയോഗിച്ച സ്വത്തുക്കള്, സഹാബത്തിന്റെ സ്വത്തുക്കള്, ഹബീബായ തങ്ങളുടെ സ്വത്തുക്കള് ആദ്യം മുടിച്ച് കട്ടെടുത്തിട്ടാണ് അന്ന് അബൂ സുഫിയാനും പാർട്ടിയും കച്ചവടം നടത്തുന്നത്. അത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്താ, മുസ്ലിങ്ങളുടെ സ്വത്താ. ആദ്യം തിരിച്ചു മേടിക്കാനാണ് ബദറിൽ വഴിയാ പോകുക എന്ന് പറഞ്ഞപ്പോ ബദറിലേട്ടാണ് ചെല്ലുക. മദീനത്ത് നിന്ന് 100 കിലോമീറ്റർ ഉള്ളൂ ബദർ, മക്കയിൽ നിന്ന് 300 കിലോമീറ്റർ ഉണ്ട് ബദറിലേക്ക്. അതുകൊണ്ട് മദീനത്ത് നിന്ന് 100ഉം മക്കയിൽ നിന്ന് 300 കിലോമീറ്ററും കിടക്കുന്ന രണ്ടിന്റെ ഇടയിൽ കിടക്കുന്ന സ്ഥലമാണ് ബദർ. അവിടെ വെച്ചിട്ട് അബൂ സുഫിയാനെ പിടിക്കാന്ന് വെച്ച് ചെന്നപ്പോൾ അബൂ സുഫിയാൻ അങ്ങോട്ട് പോകുമ്പോൾ ചുളിവിൽ രക്ഷപ്പെട്ടു. തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വിവരം അറിഞ്ഞു, അപ്പ തടയാന് ചെന്നു, അപ്പോഴും രക്ഷപ്പെട്ടു. അങ്ങനെ അബൂ സുഫിയാനെ തടഞ്ഞതിലുള്ള പ്രതികാരം തീർക്കാനാണ് അബൂജാഹിലും പാർട്ടിയും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 900 ചില്ലാനം ആളുകളുമായി ബദറിൽ വന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് യുദ്ധം ചെയ്ത് യുദ്ധം ഉണ്ടാകാനുള്ള കാരണം അതാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഈ യുദ്ധം ഉണ്ടാവാളേ കാരണം അതാണ്. എന്തുകൊണ്ടാണ് ബദർ യുദ്ധം ഉണ്ടായതെന്ന് ചോദിച്ചാൽ അല്ലെ നബി അങ്ങോട്ട് പോയിട്ട് ആക്രമിക്കാൻ ഒരു യുദ്ധത്തിലും പോയിട്ടില്ല. ഇപ്പൊ ഉഹദ് യുദ്ധം നിങ്ങൾ നോക്ക്, ഉഹദ് എവിടെ കിടക്കണേ? മദീനത്തല്ലേ? മദീനയിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്തല്ലേ ഉഹദ് കിടക്കുന്നത്? നബി എവിടെ താമസിക്കണേ? മദീനത്ത്. ആ യുദ്ധത്തിന് ആരാ വന്നത്?
അബൂ സുഫിയാന്റെ പാർട്ടിയല്ലേ വന്നത്? ഖാലിദ് ബിൻ വലീദല്ലേ ഉഹദിൽ നബിക്കെതിരെ യുദ്ധത്തിന് വന്നത്? പിന്നീട് മുസ്ലിമായി സഹാബിയായി ഇപ്പൊ പേരുകേട്ട റളിയല്ലാഹു അൻഹു എന്ന് പറയണം. റളിയല്ലാഹു അൻഹു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ളാഹിക്കെതിരാൻ ഉഹദിൽ സഹാബത്തിനെ കൊന്നുകൂട്ടുന്നതിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു അന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു സഹാബിയായി മാറി. മനസ്സിലായോ? സുഹൃത്തുക്കളെ, നമ്മൾ ചരിത്രങ്ങൾക്ക് വ്യക്തമായി പഠിക്കണം. ചരിത്രം പഠിച്ചാലേ നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയുള്ളൂ, നമ്മുടെ ഹിമ്മത്ത് കൂടുകയുള്ളൂ, നമ്മുടെ ഇസ്സത്ത് ക്രെഡിബിലിറ്റി വളരുകയുള്ളൂ. അതുകൊണ്ട് ബദറായാലും മുഹദായാലും ഖന്തഖായാലും മക്കാഫത്തായാലും ഹുനൈനിയായാലും ഏത് യുദ്ധമായാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അങ്ങോട്ട് ചെന്ന് ഒരു യുദ്ധം അടിച്ചേൽപ്പിച്ച സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ഇല്ല കേട്ടോ.